നമസ്കാരം, ഭാവന സുട്ടേബിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബനാന ദോശയായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. ആദ്യമേ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, അതേപോലെ എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്യണമേ. എല്ലാ ഇൻഗ്രീഡിയൻസും ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ പഞ്ചസാര, ആവശ്യത്തിന് പഞ്ചസാര, പഴത്തിൻ്റെ മധുരം അനുസരിച്ച് പഞ്ചസാരയ്ക്ക് മാറ്റം വരുത്താം. 2 മുട്ട. ഇതേപോലെ പഴം ചെറിയ നുറുക്കുകളായിട്ട് മുറിച്ച് എടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും നമുക്ക്. ഈ ഒരു പാകത്തിന് മുറിച്ചെടുക്കുക. എന്നിട്ട് മുട്ട 2 എണ്ണം, അത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം, നിർബന്ധമാണ്. പഞ്ചസാര ഞാനിപ്പം പഴത്തിന് ഇച്ചിരി മധുരം കുറവായതുകൊണ്ട് ഞാൻ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫോക്ക് ഉപയോഗിച്ചിട്ട് ഈ ഒരു പഴം നന്നായിട്ട് നമുക്ക് സ്മാഷ് ചെയ്തെടുക്കണം. നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കുക. മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്താലും മതി. എന്നാലും ദോശയ്ക്കകത്ത് പഴം ചെറിയ പീസുകളായിട്ട് കടിക്കുന്നത് ടേസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഈ ഫോക്ക് ഉപയോഗിച്ചിട്ടാണ് ഒന്ന് ചതച്ചെടുക്കുന്നത്. ഇതേപോലെ ഫോക്ക് ഉപയോഗിച്ചിട്ടാണെങ്കിൽ വേഗം അങ്ങനെ റെഡിയായി കിട്ടും. ഏകദേശം ആയിട്ടുണ്ട്. അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നോക്കൂ, ഈ ഒരു പഞ്ചസാര എല്ലാം അലിഞ്ഞു ഈ പഴത്തിനോട് ചേർന്നിട്ടുണ്ട്. ഈ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടൂ കേട്ടോ. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. വീണ്ടും ഇതേ പ്രൊസീജിയർ തന്നെ ഈ ഫോക്ക് ഉപയോഗിച്ച് നന്നായിട്ട്, ബീറ്ററൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഫോക്ക് തന്നെ ഉപയോഗിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിനൊരു സ്പെഷ്യൽ ഫ്ലേവർ കൊടുക്കാനായിട്ട് ഞാൻ സിനമൻ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏലക്കായ ആണെങ്കിലും ഇഷ്ടം അതാണെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. എനിക്ക് സിനമൻ്റെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് അത് ഇട്ട് കൊടുത്തു. അതേപോലെ മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചു. ഇത്രയും മതി. ഇതാണ് നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർന്നു നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. 2 മുട്ട, 2 പഴം, കുറച്ച് പഞ്ചസാര, പിന്നെ എന്തെങ്കിലും ഫ്ലേവർ ആവശ്യമുണ്ടെങ്കിൽ അത്. അപ്പം നമ്മുടെ ഒരു പാൻ ഞാൻ അടുപ്പിൽ വെച്ച് നന്നാക്കി ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ തടവുക. എന്നിട്ട് ഈ ബാറ്റർ ചെറിയ ചെറിയ കുഞ്ഞു ദോശകളായിട്ട് ഒഴിച്ചു കൊടുക്കുക. വലിയ ദോശകളായിട്ട് ഒഴിക്കരുത്. ഇത് നമുക്ക് മറിച്ചിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇതിനകത്ത് ടൈറ്റായിട്ട് നിൽക്കാനുള്ള ഏജന്റ്, അതായത് മൈദയോ അരിപ്പൊടിയോ ഒന്നും നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ല. സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ചെറിയ തീയിൽ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഒരു ഭാഗം മൊരിഞ്ഞു, ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര സോഫ്റ്റ് ആട്ടോ, ഭയങ്കര സോഫ്റ്റ് അപ്പമാണ്. ഈ ദോശ മറിച്ചിട്ട് കൊടുക്കട്ടെ കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ക്യാമറ ഓഫായിപ്പോയി, ഞാൻ അറിഞ്ഞില്ല. വീണ്ടും രണ്ടാമത് ആ സെറ്റ് ഞാൻ എടുത്ത് മാറ്റി വെച്ചു. രണ്ടാമത്തെ സെറ്റ് ഞാൻ ഇതേപോലെ ദോശ ചുട്ടെടുക്കുകയാണ്. ചെറിയ ചെറിയ ബനാന ദോശകൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ക്യാമറ ഓഫ് ആയതിന് ശേഷം ഓട്ടോ ഫോക്കസ് ആയിപ്പോയി, അതും ഞാൻ കണ്ടില്ല. പിന്നെയാണ് ഞാൻ കാണുന്നത്. സോറി കേട്ടോ. പക്ഷെ എന്നാലും നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തു. നോക്കൂ, നമ്മുടെ ബനാന ദോശ അവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും, ഭയങ്കര ടേസ്റ്റാണ്, മധുരമാണ്. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂട്ടുകാരൊക്കെ ആയിട്ട് ഇത് ഷെയർ ചെയ്യുക. ഇനിയും നല്ല നല്ല വിഭവങ്ങളുമായിട്ട് ഭാവന സുട്ടേബിളിലൂടെ നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും താങ്ക് യു.